Hello, good morning. Hope all of you are doing well. നമ്മളെ 2026ന്റെ ഫസ്റ്റ് ലൈവ് ആണ്. ഓക്കെ, ഈ ഒരു മന്തിന്റെ സ്റ്റാർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇയറിന്റെ സ്റ്റാർട്ടിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് തുടങ്ങാണ്. ഓക്കെ, ഓൾറെഡി കഴിഞ്ഞ ഫ്രൈഡേ ആണ് ഫസ്റ്റ് ജാനുവരി വരുന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അത് മാർക്കറ്റിന്റെ വോളിയം ഒക്കെ ഒന്ന് ട്രാക്കിലായി. ഹോളിഡേസ് ഒക്കെ കഴിഞ്ഞ ഫസ്റ്റ് ഡേ ആണ്, പക്ഷെ നല്ല മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഫ്രൈഡേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ പ്രത്യേകിച്ച് നമ്മൾ ലൈവ് സെഷൻ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാഞ്ഞത്. ഓക്കെ, അപ്പോൾ ടുഡേ ഓൺവേർഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് ടു ട്രാക്ക് അല്ലെങ്കിൽ ബാക്ക് ടു ബേസ് നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ നമ്മളെ ടീമിനോട് പറഞ്ഞ പോലെ 2026 നമുക്ക് ഒരുപാട് ഗോൾസും മിഷനും ഉണ്ട്. ഓക്കെ, നമ്മളൊരു $10,000 ഒക്കെ അറ്റ്ലീസ്റ്റ് $10,000 എങ്കിലും നമ്മൾ ട്രേഡിംഗിൽ നിന്ന് പ്രോഫിറ്റ് ചെയ്യുകയും ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു ഗോൾ ഓറിയന്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്, ഒരു എന്താ പറയാ, ആ ഡെസ്റ്റിനേഷനിലോട്ട് എത്താനുള്ള കുറച്ച് പ്ലാൻസും കാര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ലെവലിലോട്ട് എത്താം. ഓക്കെ, അപ്പൊ അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീക്കിൽ ഒരു സെക്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. കൂടെ നിൽക്കുക, നമ്മൾ ആസ് എ ടീം ഗ്രോ ടുഗദർ. ഓക്കെ, ഒരുമിച്ച് ഗ്രോ ചെയ്യാന്നുള്ളതാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. തന്നെയാണ് ഈ ടീമിലുള്ള നമ്മളെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഒരു അറ്റ്ലീസ്റ്റ് ഒരു $10,000 എങ്കിലും ഫോറക്സ് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, വിച്ച് മീൻസ് 1 മില്യൺ ഇന്ത്യൻ റുപ്പീസ്. ഓക്കെ, അപ്പൊ അത് ഫോറക്സിനെ സംബന്ധിച്ചിട്ട് അത്ര വലിയൊരു കാര്യമൊന്നുമല്ല. ഓക്കെ, ഒരു $10,000 ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല. വലിയ ഫണ്ട് അക്കൗണ്ട്സ് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ആ ലെവലിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതായിട്ടുള്ള ഒരുപാട് ഹാർഡ് വർക്കുകൾ അവിടെ എന്ത് ചെയ്യാനുണ്ട്, ഡെഫിനറ്റ്ലി ചെയ്യാനുണ്ട്. അപ്പൊ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എത്താം. ആ ഒരു ഡെസ്റ്റിനേഷനിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ എത്തും ചെയ്യും. ഓക്കെ, അപ്പൊ ആ ലെവലിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുക. അത് ആ ഒരു ഗോൾ ഓറിയന്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അവിടെ എത്തണം, ആ ഒരു ഡെസ്റ്റിനേഷൻ അച്ചീവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നും പറയുന്ന പോലെ ഗോൾഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത് അല്ലെ. അപ്പൊ ഗോൾഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് ടു നമ്മൾ എവിടെയാണോ നിർത്തിയത്, എവിടെയാണോ സ്റ്റോപ്പ് ചെയ്ത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇവിടെ ഒക്കെ എങ്ങാണ്ടാണ് നിർത്തി തോന്നുന്നുണ്ട് അല്ലെ. ലാസ്റ്റ് ഫ്രൈഡേ നമുക്ക് ഈ ഒരു ട്രേഡ് ആണ് അവിടെ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല, നമ്മൾ ലൈവ് സെക്ഷൻ വെച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്കൻഡറി മാർക്കറ്റിൽ ഇറങ്ങി, പിന്നെ മാർക്കറ്റ് അവിടുന്ന് നേരെ എന്ത് ചെയ്തു, റിവേഴ്സ് ആയി. അതായത് ട്രെൻഡ് മാറി, ഇവിടുന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി അപ്പ് ട്രെൻഡിലോട്ട് പോയി. ഇപ്പൊ കറന്റ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്സൈഡ് ഡയറക്ഷനിലാണ്. ഇന്നലെ മാർക്കറ്റിൽ എന്ത് ചെയ്തു, ഇവിടെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും വലിയൊരു ഏരിയ ഉണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് മാർക്കറ്റ് വരാനുള്ള ചാൻസസ് കുറവായിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു ഈ ഒരു ഏരിയനെ ട്രസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ എന്ത് ചെയ്തു, ഇവിടുന്ന് ലോവർ ടൈം ഫ്രെയിം കൂടെ നോക്കിയിട്ട് കേട്ടോ, 15 മിനിറ്റ്സ് ബേസ് ചെയ്തിട്ടല്ല, സെയിം സെനാരിയോ ലോവർ ടൈം ഫ്രെയിമിൽ ബേസ് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മളൊരു ബൈ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒന്നുമില്ല, ലോവർ ടൈം ഫ്രെയിമിൽ ചെയ്ത് നോക്കുന്ന ടൈമിൽ അപ്സൈഡ് ആണ്, അപ്സൈഡിലുള്ള ഒരു കൺഫർമേഷൻ കിട്ടി. ഇവിടെയുള്ള ഈ ഒരു ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്ത 1 മിനിറ്റ് ഈ ഒരു ഏരിയ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ലിക്വിഡിറ്റീസ് ക്ലിയർ ചെയ്തിട്ട് ഇവിടുന്ന് നമ്മൾ ആ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അധികം ലൈവിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ 1 മിനിറ്റ് എൻട്രീസ് കാര്യങ്ങൾ പറയാറില്ല, 15 മിനിറ്റ്സിന്റെ ഏരിയാസ് ആണ് പറയാറ്, കുറച്ചുകൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ ഒന്നും കൂടി അഗ്രസീവ് ആയിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ പഠിച്ച കൺസെപ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റ് റിഫൈൻ ചെയ്തിട്ട് നല്ല നല്ല ലിക്വിഡിറ്റി പോയിന്റുകളൊക്കെ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മുടെ ട്രെൻഡ് അല്ലെങ്കിൽ മാർക്കറ്റ് ഏത് ഡയറക്ഷനിലോട്ടാണോ ആ ഡയറക്ഷനിലോട്ട് അലൈൻ ആയി കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റിലും അതേ സെയിം ട്രേഡ് നോക്കാം. പക്ഷെ 1 മിനിറ്റ് ഞാൻ പറയാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ സ്റ്റാർട്ടിങ് ട്രേഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവര് 1 മിനിറ്റ് കൂടെ കണ്ടു കഴിഞ്ഞാൽ കുറേ ട്രേഡ് വാരി വലിച്ച് കണ്ണും പൂട്ടി ബ്ലൈൻഡ്ലി ഇടും, നല്ല രീതിയിൽ ലോസ് കിട്ടും. ഓക്കെ, 50 മിനിറ്റ്സ് ആകുമ്പോൾ ട്രേഡ്സിന്റെ എണ്ണം കുറയും, അക്യുറസി കൂടും. ഓക്കെ, നിങ്ങൾ 50 മിനിറ്റ്സ് തന്നെ നോക്കുക. വൺസ് നമ്മൾക്ക് കോൺഫിഡന്റ് ആണ്, 1 മിനിറ്റിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ലൈവിൽ എന്തെങ്കിലും ഒന്നും ചെയ്യാണ്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി നമുക്ക് ആ ഒരു ത്രെഡും കൂടെ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, 1 മിനിറ്റിൽ നമുക്ക് എൻട്രീസ് പുഷ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഇവിടുന്ന് ഒരു എൻട്രി കയറിപ്പോയി, ഇവിടെ പുതിയൊരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ഉണ്ടാക്കി, ഈ ഒരു ഹൈ മാർക്കറ്റിൽ കൺഫേം ചെയ്തു. ഈ ഒരു ഹൈന് മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു, ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി എന്നുള്ളതാണ്. ഓക്കെ, സോ മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത് അപ്സൈഡ് ഡയറക്ഷനിലാണ്. ഇതാണ് ലാസ്റ്റ് ഉണ്ടാക്കിയ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. സോ ഇതാണ് ലാസ്റ്റ് ഉണ്ടാക്കിയ ഹയർ ലോ. ഓക്കെ, ഹയർ ലോ ഇതാണ്, അതിന്റെ ഹയർ ഹൈ ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് കൺഫേം ആവേണ്ടതുണ്ട്. ഓക്കെ, കൺഫേം ആവേണ്ടതുണ്ട്. അപ്പൊ നമ്മളൊരു ബൈ സൈഡ് എൻട്രി തന്നെയാണ് നോക്കുന്നത്. പക്ഷെ ഇവിടെയാണ് പിന്നെ രണ്ട് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളത്. ഒരു ഏരിയയിൽ ഓൾറെഡി മാർക്കറ്റ് വന്ന് ടാപ്പിൻ ചെയ്ത് പോയിട്ടുണ്ട് അല്ലെ. ഇവിടുത്തെ ആദ്യത്തെ നമ്മളെ ട്രേഡിംഗ് റേഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ ആണ് അല്ലെ. അതിൽ മാർക്കറ്റ് ഓൾറെഡി എന്ത് ചെയ്തിട്ടില്ല, ഡിസ്കൗണ്ടിലോട്ടൊന്നും എത്തിയില്ല. ഈ ഒരു പോയിന്റ് തന്നെ, ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് കയറാണ്. ഏഷ്യൻ സെക്ഷനിലാട്ടോ ഞാൻ പറയുന്നത്. ഏഷ്യൻ സെക്ഷൻ ഇവിടുന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാണ്, കയറാണ്. ഓക്കെ, ദെൻ ഇപ്പൊ ഇനി മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോ ടു ഇവിടെ ഒരു ഹൈ കൺഫേം ചെയ്താൽ അതാണ് ട്രേഡിംഗ് റേഞ്ച് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യത്തിനുള്ള ഇനഫ് ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം,
ട്രേഡ്സ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അവിടെ ഒരു കാര്യം നോക്കേണ്ടത്, ഇവിടെ മാർക്കറ്റിൽ ഇനഫ് മച്ച് ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്തേ പറ്റും. ഓക്കെ, ഇവിടെ ലിക്വിഡിറ്റീസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയനെ ഏഷ്യൻ്റെ ലോനെ മാർക്കറ്റ് ലിക്വിഡിറ്റി ആക്കി എടുക്കും. ഈ ഒരു ഏരിയന്നോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയന്നോ മാർക്കറ്റ് എന്ത് ചെയ്യും, കയറി പോകും. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ബിഹേവിയർ നോക്കുക, മാർക്കറ്റിൽ ലിക്വിഡിറ്റീസ് കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. അത് കമ്പൾസറി ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. ഒരു ട്രേഡ് എടുക്കുന്ന ടൈമിൽ അവിടെ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റീസ് ഉണ്ടോ, വിച്ച് മീൻസ് ഓർഡേഴ്സ് ഉണ്ടോ, മാർക്കറ്റ് അവിടുന്ന് ട്രാവൽ ചെയ്യാനുള്ള ഓർഡേഴ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ട്രേഡ്സിലോട്ട് എൻ്റർ ആവുക. എന്നുണ്ടെങ്കിൽ നമ്മൾ ഏരിയാസ് എന്ത് ചെയ്യും, മാർക്കറ്റ് ലിക്വിഡിറ്റി ആക്കി വൈപ്പ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഗോൾഡിന് പ്ലാൻ ചെയ്യേണ്ടത്, ഇവിടെ മാർക്കറ്റിന് അത്യാവശ്യത്തിന് ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഏഷ്യൻ്റെ ലോ എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്വീപ്ഡ് ആണ് അല്ലേ, സോറി, ഏഷ്യൻ്റെ ലോങ് എന്ന് പറഞ്ഞാൽ സ്വീപ്പഡ് അല്ല, സ്ട്രോങ് ആണ് അല്ലെ. ഇത്രയും ലിക്വിഡിറ്റീസിനെ ഇവിടെ എന്ത് ചെയ്തു, മാർക്കറ്റ് ഗ്രാബ് ചെയ്തു. ദെൻ മാർക്കറ്റിൽ എന്ത് ചെയ്തു, ലിക്വിഡിറ്റീസിനെ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഗ്രാബ് ചെയ്തു. ദെൻ മാർക്കറ്റിൽ ഇവിടെ എന്തും തന്നിട്ടുണ്ട്, ഒരു ചേഞ്ചും തന്നിട്ടുണ്ട്. സോ ഇതൊരു സ്ട്രോങ് ഏരിയ ആണ് ഇപ്പൊ മാർക്കറ്റിൽ കറന്റ് നിൽക്കുന്നത് അല്ലെ. ഏഷ്യന്റെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ഏരിയ ആണ്. അപ്പൊ ഈ ഒരു സ്ട്രോങ് ഏരിയനെ, ലോനെ ട്രസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ മേ ബി ഇവിടുന്ന് കയറി പോകാം. അതിന് ഇവിടെ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ആവശ്യത്തിലുള്ള ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നല്ല ഇത് ഒന്നുകൂടെ എന്ത് ചെയ്യാം, 5 മിനിറ്റും 1 മിനിറ്റും ഒന്ന് റിഫൈൻ ചെയ്യാം. ഇതിനുള്ളിൽ നല്ല പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ ഇവിടെ നോക്കാം. ഇവിടെ നല്ല പോയിന്റ്സുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്ട്രീം പോയിന്റ് ഇതിനെ റിഫൈൻ ചെയ്ത്, ഇതൊക്കെ വലിയ വലിയ ഏരിയാസ് ആണ്. റിഫൈൻ ചെയ്ത് 5 മിനിറ്റും 3 മിനിറ്റും 1 മിനിറ്റ് നോക്കിയിട്ട് പ്രോപ്പർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം, അതിൽ ട്രേഡ്സ് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം. മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബൈസ് ഒരു ഡയറക്ഷൻ തന്നെ ട്രേഡ്സ് നോക്കാം. ഓക്കെ, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്നും ഇങ്ങനെ മാർക്കറ്റ് പോകും, ഇവിടെ ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്യും, ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യും, വീണ്ടും അപ്സൈഡ് ന്യൂയോർക്കിലൊക്കെ ആയിട്ട് ഇവിടുന്ന് പോകുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പ്ലാൻസ്, ഈ ഒരു 3 ലെവൽസ് നമുക്ക് ഉണ്ടാവണം, അത് വാച്ച് ചെയ്യണം. ഓക്കെ, നല്ല ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ്സ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് GBP/USD. ഓക്കെ, GBP/USD എന്തായാലും നോക്കുകയാണെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ട്രാപ്പ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അല്ലേ. ഇവിടെ ഇങ്ങനെ ബ്രേക്ക് തന്നു, ഇവിടെ ചേഞ്ച് തന്നു, ഇവിടെ വീണ്ടും ബ്രേക്ക് തന്നു, ഇവിടെ വീണ്ടും ചേഞ്ച് ആയി, ഡൗൺക്ക് വന്നു, വീണ്ടും അത് മേലേക്ക് തന്നെ ചേഞ്ച് കാണിച്ചിട്ട് എന്ത് ചെയ്തു, വീണ്ടും താഴത്തോട്ട് തന്നെ എന്ത് ചെയ്തു, ചേഞ്ച് കാണിച്ചു അല്ലേ. ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന മാർക്കറ്റ് ഇന്നലെ നോക്കുന്ന ടൈമിൽ ഡൗൺ ട്രെൻഡിലായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ഡൗൺ ട്രെൻഡ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബൈ സൈഡ് തന്നെ കേട്ടോ. കാരണം ഇത് ഇത്രയും ഇതൊക്കെ ട്രാപ്പ് ആക്കി എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ ലിക്വിഡിറ്റിയും കൂടി ക്ലിയർ ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഒരു ബൈ എൻട്രി ഞാൻ നോക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഏരിയക്ക് കറക്റ്റ് എത്തിയില്ല. ഏഷ്യന്റെ ലോനെ മാർക്കറ്റ് എന്ത് ചെയ്തില്ല, സ്വീപ്പ് ചെയ്തില്ല, ജസ്റ്റ് മിസ്സിന് എന്ത് ചെയ്തു, മാർക്കറ്റ് ഇവിടുന്ന് കയറിപ്പോയി. ഓക്കെ, കയറിപ്പോയിട്ട് ഡൗൺ ട്രെൻഡ് ആണ്. നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റ്, ഈ ഒരു ലോ ആണ്. മാർക്കറ്റ് നേരെ എന്ത് ചെയ്തു, പ്രീമിയത്തിലോട്ട് എത്തി, ഇവിടുന്ന് എന്ത് ചെയ്തു, ഇറങ്ങി എന്നുള്ളതാണ് അല്ലെ. ഇവിടുന്നൊക്കെ ഇങ്ങനത്തെ ഏരിയാസിലൊന്നും വലിയ റിവാർഡിലോട്ട് വെക്കാണ്ടിരിക്കുക. കാരണം ഇതൊക്കെ എന്താ പറയാ, സ്ട്രക്ചർ കൺഫേം ആവാത്ത ഏരിയാസ് ആണ്. അപ്പോൾ ഒരു 1:3 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇറങ്ങാം ആ ട്രേഡുമ്പോൾ, പിന്നെ ഇങ്ങനെ വാശി പിടിക്കരുത്. അല്ലെങ്കിൽ ബ്രേക്ക് ഇവൺ ഒക്കെ സെറ്റ് ചെയ്ത് ചെറിയ റിസ്ക് മാത്രം എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുക അല്ലെ. നമ്മൾ ഇതുവരെയൊക്കെ ഈ ഒരു ഏരിയയുടെ വരെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായി, ഇതുവരെ വന്നിട്ട് തിരിച്ചെന്ത് ചെയ്തു, കയറി പോയി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോപ്പർ ആയിട്ട് എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. സെറ്റപ്പ് പ്രകാരം കുറച്ച് ആൾക്കാർ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ മാർക്കറ്റിൽ എന്ത് ചെയ്തു, ആ ഒരു ഏരിയ ക്ലിയർ ചെയ്തു. ഈ ഒരു ഏരിയനെ വീണ്ടും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി. ദെൻ ഈ ഒരു ഏരിയ വീണ്ടും ഒരു ഹൈ കൺഫേം ആയി, റീകൺസ്ട്രക്ചർ ആയി. സോ ഇന്നിപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്വിംഗ് ലോ ടു ഈ ഒരു സ്വിംഗ് ഹൈ ആണ്. ഹൈ കൺഫേം ആയി കഴിഞ്ഞാൽ ഇതാണ് ട്രേഡിംഗ് റേഞ്ച്. അതൊരു പ്രോപ്പർ ഏരിയ അല്ല ഒരിക്കലും അല്ലെ. ലിക്വിഡിറ്റീസ് ഇല്ല, ഇതിന്റെ ഉള്ളിൽ നിന്നൊന്നും ഓർഡേഴ്സ് കളക്ട് ആവാനില്ല അല്ലെ. അപ്പൊ ഇവിടെ മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കാം. പ്രോപ്പർ ഒരു സെറ്റപ്പ് ഒന്നും ഇപ്പൊ കാണുന്നില്ല. ഇനി പുതിയ ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്ത് സ്ട്രക്ചർ ഒക്കെ ബിൽഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഇപ്പൊ അറ്റ് ദ പ്രസന്റ് ഇതാണ് ട്രേഡിംഗ് റേഞ്ച് ആയിട്ടുള്ളത്. ഇവിടെ ലിക്വിഡിറ്റീസ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യന്റെ ഉള്ളിൽ തന്നെ മേ ബി നമ്മൾ ഗോൾഡിൽ പറഞ്ഞ പോലെ തന്നെ കയറി പോകാം അല്ലെ. കാരണം ഇവിടെയും എന്താണ്, സ്വീപ്പഡ് ആണ്. ഈ ഒരു ഏരിയനെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയനെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ചേഞ്ചും തന്നിട്ടുണ്ട് അല്ലെ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇന്റേണൽ ചേഞ്ചും തന്നിട്ടുണ്ട്. സോ അതൊരു സ്ട്രോങ് ലോ ആണ് അല്ലെ. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ഏരിയ ആണ്. പക്ഷെ സ്ട്രോങ് ഏരിയ മാത്രം വെച്ചിട്ട് ട്രേഡ് എടുക്കരുത്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ആവശ്യത്തിലുള്ള ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഇതിന്റെ ഏഷ്യന്റെ ഉള്ളിൽ നിന്നുള്ള ഏരിയനെ എന്ത് ചെയ്യാം, ട്രസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു വലിയൊരു ഏരിയ ഉണ്ട്, അതിനെ റിഫൈൻ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യാം, ബൈ സൈഡ് എൻട്രി നോക്കാം. ഇവിടെ ആവശ്യത്തിനുള്ള, അല്ലെ ഗോൾഡിൽ പറഞ്ഞ പോലെ തന്നെ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ഇതില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യും. പിന്നെ ഇവിടെ പ്രോപ്പർ ഒരു ഏരിയ ഇല്ല. മാർക്കറ്റിൽ ഒരു പ്രൈസ് ആക്ഷൻ കാണിച്ചതിന് ശേഷം, ഒരു സ്ട്രക്ചർ ബിൽഡ് ആയതിനു ശേഷം എന്ത് ചെയ്യാം, ബൈ സൈഡ് എൻട്രി നോക്കാം. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് EUR/USD. ഓക്കെ, EUR/USD മാർക്കറ്റിൽ കണ്ടോ, കുറേ ദിവസമായിട്ട് ഇവിടുന്ന് ഇങ്ങനെ എന്താ ചെയ്തിരുന്നത്, കുറേ ഇന്റേണൽ സ്ട്രക്ചർ തന്ന് സൈഡിലോട്ട് ഇങ്ങനെ വന്നൊരു കൺസോൾട്ടേഷൻ മൂവ്മെന്റ് ആയിരുന്നു അല്ലെ. ഈ ഒരു സ്വിംഗ് ഹൈയും ഈ ഒരു സ്വിംഗ് ലോയും ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അല്ലെ. ഇതിനുള്ളിൽ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അല്ലെ. ഇവിടെ നോക്കി ഇന്റർണൽ പിടിച്ച് സെല്ല് ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നൊക്കെ ഒരു ബൈ സൈഡ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതൊക്കെ ബൈ സൈഡ് എൻട്രി തന്നു. ദെൻ ഒരു 1:3 1:4 ഒക്കെ അടിച്ചിട്ട് എന്ത് ചെയ്തു, വീണ്ടും ഇറങ്ങി ഈ ഒരു ഏരിയനെ എന്ത് ചെയ്തു, കംപ്ലീറ്റ്
സ്വീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഡൗൺ ട്രെൻഡിലോട്ട് മാർക്കറ്റ് ഇറങ്ങി അല്ലെ. ഈവൻ 4 അവർ വരെ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടോ 4 അവർ വരെ മാർക്കറ്റിൽ ഡൗണിലോട്ട് മേജർ സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. മേജർ സ്ട്രക്ചർ സെല്ലിലാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, യൂറോ USD നിൽക്കുന്നത്. അപ്പൊ നമുക്കൊരു സെൽ എൻട്രി ആണ് അവിടെ ബെസ്റ്റ് ഓപ്ഷൻ. 4 അവർ എന്തിലാണ്, ഓവറോൾ ട്രെൻഡ് 4 അവർ സെല്ലിലാണ്. പക്ഷെ 50 മിനിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് സ്ട്രക്ചർ കാണിച്ചിട്ട് ചേഞ്ച് കാണിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈയിലോട്ട് പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ 4 അവർ സെല്ലിലാണ്, 50 മിനിറ്റ് ബൈയിലാണ്. 50 മിനിറ്റും കൂടെ നമുക്കൊന്ന് സെല്ലിലോട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, സെല്ല് എടുത്തിട്ട് മാർക്കറ്റിനെ താഴത്തോട്ട് ഇറക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുവരെ നമുക്ക് ഇന്റർണൽ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, ബൈ സൈഡ് ചെറിയ റിസ്കിൽ എന്ത് ചെയ്യാം, ബൈ സൈഡ് എൻട്രീസ് കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഇവിടെ ബൈ സൈഡ് നോക്കുന്ന ടൈമിൽ ഇതാണ് ലാസ്റ്റ് ഉണ്ടാക്കിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെ. ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയി, ഈ ഒരു സ്വിംഗ് ലോ, ഈ ഒരു സ്വിംഗ് ഹൈ അല്ലെ. ഏകദേശം ഗോൾഡ്, GBP, യൂറോ മൂന്നും ഏകദേശം ഒരേപോലെയാണ് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. മാർക്കറ്റിൽ ഒരു പ്രോപ്പർ പ്രൈസ് ആക്ഷൻ മൂവ്മെന്റ്, സ്ട്രക്ചർ മൂവ്മെന്റ് കാണിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യുള്ളൂ, പ്രോപ്പർ ആയിട്ട് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ചാൻസസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് കൺഫേം ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ അത്ര സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നോക്കാം, ഈ ഒരു ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് വെക്കുക. പക്ഷെ അത് അത്ര സ്ട്രോങ് അല്ല, പക്ഷെ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടുന്ന് കൺഫർമേഷൻസ് ഒക്കെ നോക്കി, മാർക്കറ്റിൽ പ്രൈസ് ആക്ഷൻ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് കാര്യങ്ങൾ ട്രേഡ്സ് നോക്കാം. ഓക്കെ, സെല്ലാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ സെല്ല് കാണിക്കണം എന്നുണ്ടെങ്കിൽ 50 മിനിറ്റ് കൂടെ എന്ത് ചെയ്യണം, സെല്ലിലോട്ട് അലൈൻ ആവണം. ഓക്കെ, 50 മിനിറ്റും കൂടെ സെല്ലിലോട്ട് അലൈൻ ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സെല്ലിറക്കി കൊണ്ടുവരാം. റീസൺ എന്താണ്, 4 അവർ ഓൾറെഡി തിരിഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ 4 അവറും വാച്ച് ചെയ്യണം. 4 അവർ ആണ് നമ്മുടെ മെയിൻ സ്ട്രക്ചർ, മെയിൻ ട്രെൻഡ്. ഓക്കെ, 4 അവറിന്റെ ബേസിലാണ് നമ്മൾ ട്രേഡ്സ് നോക്കേണ്ടത്. പക്ഷെ നമ്മൾ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 50 മിനിറ്റ്സ് ആണ്. അപ്പൊ 4 അവർ ഏത് ട്രെൻഡിലാണോ, ഡൗണിലാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റും കൂടെ നമ്മളെ പ്ലേ ഗ്രൗണ്ടും കൂടെ അതിലോട്ട് അലൈൻ ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ഡയറക്ഷനിലോട്ട് ട്രേഡ് നോക്കാം. രണ്ടും ഡിഫറെന്റ് ആംഗിളിലാണ് നിൽക്കുന്നത്. ഇപ്പൊ 4 അവർ സെല്ലിലും 50 മിനിറ്റ് ബൈയിലും ആണെന്നുണ്ടെങ്കിൽ സംതിങ് എന്തുണ്ട്, അവിടുന്ന് എവിടുന്നെങ്കിലും മാർക്കറ്റ് തിരിയാനുള്ള ചാൻസസ് ഉണ്ട്. അത് നമ്മളെ മൈൻഡിൽ എന്ത് ചെയ്യണം, വേണം. ഓക്കെ, അപ്പൊ യൂറോ USD ഇതാണ്, 4 അവർ ഒക്കെ സെല്ലിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ സെല്ലാണ്, പക്ഷെ 50 മിനിറ്റും കൂടെ അലൈൻ ആവാൻ വേണ്ടി നോക്കുക. മിക്കവാറും ഇവിടുന്ന് എവിടുന്നെങ്കിലും എന്ത് ചെയ്യും, മാർക്കറ്റ് അലൈൻ ആകും. ഓക്കെ, 50 മിനിറ്റ് കൂടെ അലൈൻ ആവും, അത് നമ്മളെ മൈൻഡിൽ എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ആസ് എ പ്രൊഫഷണൽ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ മാർക്കറ്റിനെ അനാലിസിസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒരു ബിഗിനർ പോയിട്ട് അവിടുന്ന് ഇവിടുന്ന് നോക്കി ഒരു ട്രേഡ് എടുക്കുന്നതിന് പകരം നമ്മൾ ടോപ്പ് ടു ബോട്ടം ചെയ്യുക, നമ്മൾ കംപ്ലീറ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് അനാലിസിസ് ചെയ്യുക, എന്നിട്ട് നല്ല ട്രേഡ്സുകളെ ഫിൽറ്റർ ചെയ്തിട്ട് എടുക്കുക. അപ്പൊ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും. അല്ലാണ്ട് തോന്നിയ പോലെ ട്രേഡ് എടുക്കുകയാണ്. അപ്പൊ ഈവൻ നമ്മളെ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ വരെ ഉണ്ട്, ഒരു സ്ട്രക്ചർ, ചെറിയ സ്ട്രക്ചർ കിട്ടി കഴിഞ്ഞാൽ വരെ എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് ഇവിടെ ട്രേഡ് എടുക്കട്ടെ, അവിടെ ട്രേഡ് എടുക്കട്ടെ, ആകെ കൺഫ്യൂഷൻ ആവാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു പേഷ്യൻസ് അല്ലെ, നമ്മൾ വെയിറ്റ് ചെയ്യുക, നല്ല സെറ്റപ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ലിക്വിഡിറ്റീസ് ഇല്ലാത്ത ഏരിയാസ് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ട്രേഡ് എടുക്കണ്ട. മാർക്കറ്റിൽ അത് അടുത്ത ഏരിയയിൽ എന്ത് ചെയ്യും, നമ്മളും കൂടി ലിക്വിഡിറ്റി ആക്കിയിട്ട് അടുത്ത ഏരിയ സ്ട്രക്ചർ ബിൽഡ് ആകും, അപ്പൊ ട്രേഡ് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ആ ലെവലിൽ നോക്കുക. അപ്പൊ യൂറോ USD ഇതാണ് നമ്മുടെ പ്ലാന്. ദെൻ GBP USD ഇതാണ് പ്ലാൻ. GBP USD നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 അവർ നോക്കാം. പക്ഷേ GBP USD ഒക്കെ 4 അവറിൽ എന്താണ്, അപ്സൈഡിലാണ്. ഓക്കെ, 50 മിനിറ്റ്സും എന്താണ്, അപ്സൈഡിലാണ്. സോ നമുക്ക് ബൈ എൻട്രി തന്നെ എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. ദെൻ ഗോൾഡിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, ഗോൾഡ് ഓൾറെഡി എന്തിൽ തന്നെയാണ്, അപ്സൈഡിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് എന്ത് ഇതില്ല, ട്രെൻഡ് മാറിയിട്ടില്ല, അപ്സൈഡിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഗോൾഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നോക്കാം. സോ ഇതാണ് നമ്മളെ 3 പ്ലാൻസ്. മാർക്കറ്റിൽ ഒന്ന് സ്ട്രക്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഫോം ആയി ട്രാക്കിലാവേണ്ടതുണ്ട്. അപ്പൊ അതൊന്ന് വെയിറ്റ് ചെയ്യുക, അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള എൻട്രീസ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ 2026 എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഇയർ ആവട്ടെ. അത് ഞാൻ അത് ആശംസിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു വീക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഇയറിൽ, ഈ ഒരു മന്തിൽ ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക, സീരിയസ് ആയിട്ട് തന്നെ കാണാം. ഓക്കെ, ഡിസിപ്ലിൻ ആണ് ഒരു ട്രേഡറെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഓക്കെ, അതില്ലാന്നുണ്ടെങ്കിൽ തോന്നിയ പോലെയാണ് അപ്പോഴും ഇപ്പോഴും നോക്കുക, ഒരു കൺസിസ്റ്റൻസി ഇല്ലാണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തില്ല, കാര്യമില്ല. ഇതൊരിക്കലും ഒരു സ്വിച്ച് ഇട്ട പോലെ ഒന്നും മാറാൻ പറ്റില്ല, ഒരു ദിവസം കൊണ്ടൊന്നും പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല. ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. ഓക്കെ, കൺസിസ്റ്റൻസി ഓവർ മോട്ടിവേഷൻ എന്നാ പറയാം. ഓക്കെ, ഒരു മോട്ടിവേഷന്റെ പുറത്ത് വരികയാണെങ്കിൽ അത് ലോങ് ടേമിലോട്ട് ലാസ്റ്റ് ചെയ്യില്ല. പകരം അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം, അത് ലോങ് ടേമിലോട്ട് ലാസ്റ്റ് ചെയ്യും. ഒരു സക്സസ്ഫുൾ ലൈഫ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ജേർണി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ആക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഇയർ. ഓക്കെ, താങ്ക് യു.